കുട്ടിയുടെ ഫോട്ടോ എടുത്ത യാത്രക്കാരി ബബിത ചേരുന്നുണ്ട്. ബബിത എടുത്ത ചിത്രമാണ് ഇപ്പോൾ വാർത്തകളിലൂടെ നമുക്ക് പുറത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കുട്ടിയോട് സംസാരിക്കാൻ സാധിച്ചിരുന്നു? എങ്ങനെയായിരുന്നു കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ? കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടിയായിട്ട് സംസാരിക്കാൻ സാധിച്ചിരുന്നോ? സംസാരിക്കാൻ അങ്ങനെ എനിക്ക് കുട്ടി പൊട്ടിക്കരയുകയല്ല, വിങ്ങി ഇങ്ങനെ കരയുകയായിരുന്നു. കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. വസ്ത്രധാരണം കണ്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നി അങ്ങനെ പേടി തോന്നി. ഞാൻ ഫോട്ടോ എടുത്തിട്ട് കൂടി എൻ്റെ അടുത്ത് ദേഷ്യഭാവം പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ കരുതി എന്നെ ദേഷ്യപ്പെടും എന്ന് കരുതി. അങ്ങനെ ഞാൻ പിന്നെ കൂടുതലൊന്നും ചോദിക്കാത്തത്. ഒരു ഫോട്ടോ മാത്രം എടുത്ത് വെച്ചിരുന്നതാണ്. ഞാൻ എന്നിട്ട് നെയ്റ്റിങ്ങിൽ ഇറങ്ങി ഞാൻ വന്നു. അത്രേ ഉള്ളൂ. ബബിത എത്ര നേരം, ബബിത കറക്റ്റ് എവിടെ നിന്നാണ് ട്രെയിനിലോട്ട് എവിടെ നിന്നാണ് കയറിയത്? കറക്റ്റ് സ്റ്റേഷൻ എവിടെ നിന്നായിരുന്നു ബബിത കയറിയത്? ഞാൻ തമ്പാനൂരിൽ നിന്നാണ് കയറിയത്. ആ കുട്ടിയും തമ്പാനൂരിൽ നിന്നാണ് കയറിയത്. ട്രെയിനിലുണ്ടായിരുന്നു ഒപ്പം. പിന്നെ ഞാൻ നെയ്റ്റിങ്ങര ഇറങ്ങി. അവിടെ അതുവരെ കുട്ടിയും നെയ്റ്റിങ്ങര ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാറശാലയിൽ എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ ആ കുട്ടി പാറശാല ഇറങ്ങിയിട്ടില്ല. പിന്നെ ഉള്ള സ്റ്റോപ്പ് കന്യാകുമാരിയാണ്. അവിടേക്കായിരിക്കും കുട്ടി പോയിട്ടുണ്ടാവുക. വേറെ സ്റ്റോപ്പില്ല ഇതിന്റെ ഇടയിൽ. അങ്ങനെയാണ് എന്റെ ഒരു നിഗമനം. ഓക്കെ, ആ കുട്ടിയുടെ അടുത്ത് ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പരിചയക്കാരോ അങ്ങനെ അങ്ങനെ ആരെയും കണ്ടില്ല. ഇല്ല. കുട്ടി ആരോട് സംസാരിക്കുന്നു ചെയ്യണ്ടായിരുന്നില്ല. കുട്ടി ഒരു തരത്തിലും സംസാരിക്കാനോ ഒന്നും താല്പര്യപ്പെട്ടില്ലായിരുന്നു? ഇല്ല. ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ കൂടി ദേഷ്യപ്പെടുന്ന പോലെ തോന്നി. അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിക്കാനോ, ഞങ്ങള് ബാക്കി അവിടെ ഉണ്ടായിരുന്നൊക്കെ 1-2 ചേട്ടന്മാരാണ്. അപ്പൊ എന്നിട്ടുകൂടെ ഞങ്ങൾക്ക് സംസാരിക്കാനോ അങ്ങനെയൊന്നും കുട്ടി ശ്രമിച്ചിരുന്നില്ല. അപ്പൊ ഞാൻ കരുതി സ്ഥിരം പോയിട്ട് വരുന്ന ഒരു കുട്ടിയായിരിക്കാം, എന്തെങ്കിലും കാരണം കൊണ്ട് കരയുന്നതായിരിക്കാം എന്നാണ് കരുതിയത്. ഓക്കെ, കുട്ടിയുടെ കയ്യിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് സംശയകരമായി തോന്നുന്ന സാഹചര്യം എന്തെങ്കിലും തോന്നിയിരുന്നോ? കരയുന്നു, പിന്നെ ഒരു വീട്ടിലിരുന്ന ഡ്രസ്സ്, അതാണ് ഞാൻ പിന്നെ ശ്രദ്ധിച്ചത്. കരയുന്നുണ്ട്, പിന്നെ വീട്ടിൽ നിന്ന് ഡ്രസ്സ്, അത് മാത്രമേ ശ്രദ്ധിച്ചോളൂ. ശരി.